Hi, welcome to Ammus Yummy Kitchen. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കാനായിട്ട് പോകുന്നത് സ്ട്രോബെറി ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ഈ സ്ട്രോബെറി ഐസ്ക്രീം റെഡിയാക്കാൻ നോക്കാം. സ്ട്രോബെറി ഐസ്ക്രീം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. 1 കപ്പ് whipping cream, 1/2 കപ്പ് condensed milk, കുറച്ച് സ്ട്രോബെറി എസൻസ്, ഫുഡ് കളർ. ഞങ്ങൾ റെഡ് യൂസ് ചെയ്യുന്നത്. ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇങ്ങനെ സ്ട്രോബെറി ഐസ്ക്രീം ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഈ സ്ട്രോബെറി നന്നായിട്ടൊന്ന് പൾപ്പായിട്ട് എടുക്കണം. അതിന് ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാനായിട്ട് പോവാണ്. ഇപ്പം ഞാൻ സ്ട്രോബെറിയുടെ പൾപ്പാക്കി എടുത്തിട്ടുണ്ട്. ഈ സ്ട്രോബെറി നമ്മൾ പൾപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ പൾപ്പ് എടുത്താൽ ഉടനെ നിങ്ങൾ ഇട്ട് അടിക്കരുത്. ഈ സ്ട്രോബെറിയുടെ പൾപ്പ് എടുത്തതിന് ശേഷം ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കണക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിപ്പിംഗ് ക്രീം 1 കപ്പ് എടുക്കുമ്പോൾ സ്ട്രോബെറി പൾപ്പ് 1/2 കപ്പ്, അതുപോലെ തന്നെ കണ്ടൻസ് മിൽക്ക് 1/2 കപ്പ്, അതാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്ട്രോബെറി ഐസ്ക്രീം റെഡിയാക്കാൻ നോക്കാം. ഇപ്പം ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിലോട്ട് നമുക്ക് ആദ്യം വിപ്പിംഗ് ക്രീം ചേർക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്യണത്. നല്ല ചിൽഡ് വിപ്പിംഗ് ക്രീം ആവണം. ഈ വിപ്പിംഗ് ക്രീമിനെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് അടുത്തത് സ്ട്രോബെറി പൾപ്പ് ചേർക്കാം. എടുത്തു വെച്ച സ്ട്രോബെറിയുടെ പൾപ്പ് ചേർക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. കുറച്ച് സ്ട്രോബെറി എസൻസ് ചേർക്കാം. ഒരു പിഞ്ച് ഞാൻ ഫുഡ് കളർ ആഡ് ചെയ്യാൻ പോവാണ്. ഇത് നമുക്ക് സ്ട്രോബെറിയുടെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്തെന്നുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണമെന്നില്ല. ഇനി നമുക്കിത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. സ്ട്രോബെറി ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്കിത് ഫ്രീസറിൽ ഒരു 10 മണിക്കൂറെങ്കിലും നമുക്ക് വെക്കണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടും. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിൽ വെക്കണം. അപ്പോൾ നമുക്കിത് സെറ്റാക്കിയിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഈ സ്ട്രോബെറി ഐസ്ക്രീം നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് അമ്മൂസ് യമ്മി കിച്ചൻ.